നമസ്കാരം. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, ദൈവം എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? നമുക്കൊന്നും അങ്ങനെ സംസാരം കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ഈ ദൈവം സംസാരിക്കുന്നു, ദൈവം പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ കേൾക്കുന്നു? നമ്മൾ ചെവി കൊണ്ടാണോ, അത് തോന്നൽ പോലെയാണോ? ഇങ്ങനെയൊക്കെ പലരും എന്നോട് സംശയം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ സംശയം ഉണ്ടായിരിക്കും. അതിനൊക്കെ ഒരു ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദൈവം എന്ന് പറയുന്നത് എന്റെ മിക്ക മെസ്സേജുകളിലും ഞാൻ പറയുന്നത് പോലെ ഈ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ്. അത് എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മളെ വെറും 3 ഡയമെൻഷനിലുള്ള ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ജീവിക്ക് അത് കണ്ടുപിടിക്കാനുള്ള അത്രയും കഴിവ് വന്നിട്ടില്ല. നമ്മുടെ സൃഷ്ടിയും അത്രയുള്ളതാണ്. അതിന് ഞാനൊരു മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മളെ തെർമോമീറ്റർ ചൂടളക്കാനുള്ള ഒരു ഉപകരണമാണ്. തെർമോമീറ്റർ പനിക്കൊക്കെ വരുമ്പോൾ ചൂടളക്കാനുള്ള ഉപകരണം അല്ലേ ഇത് എന്ന് വിചാരിച്ചും കൊണ്ട് നമ്മൾ ഈ പഴുത്ത് ഉറഞ്ഞു കിടക്കുന്ന ലാവ അല്ലെങ്കിൽ ഇരുമ്പ് ഉരുവി കിടക്കുന്നതിന്റെ ചൂടളക്കാനായിട്ട് ഈ തെർമോമീറ്റർ ഉണ്ടാകാതെ മുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് മനുഷ്യന്റെ തലച്ചോറ്. മനുഷ്യന്റെ തലച്ചോറും ഈ തെർമോമീറ്ററിന് പോലെ ഒരു ഉപമയാൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. സൃഷ്ടാവാൻ ദൈവം അവന്റെ തലച്ചോറിന് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു അളവ്, ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. അതിന്റെ മാക്സിമം അവന് കണ്ടുപിടിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തോട്ട് കണ്ടുപിടിക്കാനും ചിന്തിക്കാനും ആ തലച്ചോറിന് കപ്പാസിറ്റി ഇല്ല. ഇതുപോലെ സൃഷ്ടാവാൻ ദൈവം എന്താണ്, എങ്ങനെയാണ് എന്നിങ്ങനെ കുഴിഞ്ഞ് ഗവേഷണം ചെയ്ത് മനുഷ്യൻ നടക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു മനുഷ്യ ജന്മത്തിലും പറ്റൂല. നമ്മൾ മരിച്ച ആത്മാവായിട്ട് 4th ഡയമെൻഷനിൽ പോയാൽ അവിടെ നിന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. 5th പോയാലും കണ്ടുപിടിക്കാൻ പറ്റൂല. 7th ഡയമെൻഷനിൽ എത്തിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം അതിനപ്പുറത്തോട്ടും ദൈവം ചില രഹസ്യങ്ങൾ സീക്രട്ടായിട്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്ററി പോലെ മറച്ചു വെച്ചിരിക്കും എന്നാണ് ദൈവം എന്നോട് പറയുന്നത്. അപ്പൊ ദൈവം എങ്ങനെ എന്നോട് പറയുന്നു? അതാണ് ഇനി അടുത്ത വിഷയം. ഞാനീ പറയുന്ന പല കാര്യങ്ങളും എന്നോട് ദൈവം ഈ ജന്മത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല. ഇതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ദൈവം എന്നോട് പറഞ്ഞു, പക്ഷെ അത് ഇപ്പോ ഈ ജന്മത്തിലല്ല. കാരണം എന്റെ കുട്ടിക്കാലം മുതലേ എന്റെ ഉള്ളിൽ ആ സംസാരം ഉണ്ട്. അപ്പം അപ്പോഴും മുതലേ എനിക്ക് പല കാര്യങ്ങളും ആൾറെഡി അറിയാം. എന്റെ കഴിഞ്ഞ ജന്മത്തിലും എന്റെ മുൻ ജന്മത്തിലും ഒക്കെ ഞാൻ അന്ന് ദൈവികമായി ആത്മീയമായി വളർന്ന് ദൈവത്തിൽ നിന്നുമൊക്കെ പഠിച്ച പല കാര്യങ്ങളും എനിക്ക് ജന്മനാൽ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ഈ ആരാധനാ സ്ഥലങ്ങളിൽ പോകാനോ മറ്റ് ദൈവങ്ങളെ പ്രാർത്ഥിക്കാനോ ഇങ്ങനെയുള്ള ഒരു മനസ്സും എനിക്കില്ല. എന്റെ വീട്ടുകാർക്ക് ഇങ്ങനെയുള്ളതിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് എന്നെ ഇതിന്റെ പിറകെ ഒന്നും കൊണ്ടുപോയിട്ടുമില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ല. ആൾക്കാർ പ്രാർത്ഥിക്കാനും ഒക്കെ പോകുമ്പോൾ തന്നെ എന്റെ കൊച്ചു പ്രായം മുതലേ എന്റെ മനസ്സിൽ ഉണ്ട് ഒറ്റ ദൈവമേ ഈ പ്രകൃതിയിലുള്ളൂ. അതൊരു അജ്ഞാത മനസ്സാണ്, ഒരു ശക്തിയാണ്. ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് ഇങ്ങനെ കുറയും ഇട്ട് മാലയൊക്കെ ഇട്ട് ഇങ്ങനെ പള്ളിയിലും അവിടേക്ക് ഓടി നടക്കുന്നത്. ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരാണെന്ന് എന്റെ കുട്ടിക്കാലം മുതലേ, ഒരു 60 വെച്ച നാൾ മുതലേ, അതായത് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ സമയം മുതലൊക്കെ, അതിനു മുമ്പേക്ക് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ പ്രായം മുതലേ എന്റെ ഉള്ളിൽ ഈ ഒരു ചിന്തയുണ്ട്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ പിന്നെയും പല കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരികയും പല രീതിയിലൊക്കെ എന്നോട് സംസാരം വരികയും ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ എന്റെ മനസ്സിലൂടെ തന്നെയാണ്, അതായത് എന്റെ ആത്മാവിലൂടെ തന്നെ, അതായത് എന്റെ ഉപബോധ മനസ്സിലൂടെയാണ് ഈ സംസാരം വരുന്നത്. ഇത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അന്നൊന്നും ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ, ഒരു 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അപ്പൊ ചിലപ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ടൊക്കെ ഞാൻ പോവുകയും അങ്ങനെയൊക്കെ പോവും സ്കൂളിലൊക്കെ പോകുമ്പോൾ. അപ്പോഴെന്റെ ഉള്ളിൽ ഞാൻ നാളെ നിന്റെ വീട്ടിൽ ഞാൻ വരാം എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ എന്റെ അകത്തുനിന്ന് കിട്ടും നീ പോണ്ട. ചിലപ്പോൾ എന്റെ അകത്തുനിന്ന് പറയും നീ പൊയ്ക്കോ. അപ്പൊ ഇതാര് പറയുന്നു? എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അതിനെ ധിക്കരിച്ചും കൊണ്ട് പോവുകയോ എന്തെങ്കിലും ചെയ്താൽ അവിടെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടും കൊണ്ട് നേരത്തെ എനിക്ക് പോണ്ട, അത് പ്രശ്നമാണ് എന്ന് ആരാണ് എനിക്ക് പറഞ്ഞു തന്നത്? ഇതൊക്കെയാണ് എന്റെ ഒരു 8ാം ക്ലാസ് മുതലൊക്കെയാണ് ഞാൻ അന്വേഷണം ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളെ എനിക്ക് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് എന്റെ വിചാരം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും മനുഷ്യരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയാണ് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് വലിയ സംഭവം പോലെ ഞാൻ എടുത്തിട്ടില്ല. എന്റെ വീട്ടിലുള്ളവരുടെ ഞാൻ പറയും, എന്നെ ആരും ഇങ്ങനെ വരട്ടുന്നു, എന്റെ അടുത്ത് ആരും സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും ഒരു മൈൻഡില്ല. പിന്നീടാണ് ഞാനിത് ആരാണ് എന്താണ്. അപ്പൊ എന്റെ മനസ്സിൽ പിന്നെ എനിക്ക് തോന്നി മരിച്ചുപോയ ഏതോ ശക്തി, ഏതോ ആത്മാവ്. കാരണം അന്ന് ആ സമയത്തൊക്കെയാണ്
TV, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആദ്യമായിട്ടൊക്കെ വന്ന് തുടങ്ങണം. അപ്പം ഇത് കണ്ടൊക്കെ തുടങ്ങിയ സമയം മുതൽ ഈ മലയാള സിനിമയിൽ പ്രേം നസീറിന്റെയും സത്യന്റെയൊക്കെ സിനിമയിൽ ഈ പ്രേതം വെള്ള സാരിയെ കൊടുത്തൊക്കെ പോകുന്ന സിനിമകൾ കുട്ടിക്കാലത്തെ കണ്ടു തുടങ്ങിയപ്പോൾ എന്നെയും ഏതോ ഒരു പ്രേതം എന്നോട് സംസാരിക്കുന്നു, എന്നെ നിയന്ത്രിക്കുന്നു എന്നാണ് ആദ്യം എനിക്ക് തോന്നി തുടങ്ങിയത്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, ഏതോ ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഈ ആത്മാവ് എന്നൊരു സാധനത്തെ കുറിച്ച് എനിക്ക് അത്രയും ബോധം വന്നിട്ടില്ല. ഏതോ ഒരു അജ്ഞാത ശക്തി എന്നോട് സംസാരിക്കുന്നു. പിന്നീട് ദൈവം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയുമ്പോൾ ദൈവം പറയുന്നു എന്ന് ഉള്ളിൽ നിന്ന് കിട്ടിത്തുടങ്ങിയപ്പോൾ ദൈവം സംസാരിക്കുന്നു. അപ്പൊ ഏതാണ് ആ ദൈവം? അങ്ങനെ പിന്നെ കുറെ നാളത്തേക്ക് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. കാരണം എന്റെ ആഗ്രഹങ്ങളോ എന്റെ പ്ലാനോ എന്റെ ഇഷ്ടങ്ങളോ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഈ സംസാരം കേൾക്കുകയും അതിനെ മൈൻഡ് ചെയ്യാതെയും അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്തുകൊണ്ടൊക്കെ പോകുമ്പോൾ എനിക്ക് സ്വതന്ത്രമായ ഒരു സ്വാതന്ത്ര്യം വരുന്നില്ല. എന്നെ ആരോ നിയന്ത്രിച്ച് അതിന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകുന്ന ലെവലിൽ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് പിന്നെ ഞാൻ ഇതൊന്നും മാനിക്കാതെയും ശ്രദ്ധിക്കാതെയും എന്റേതായ ഇഷ്ടത്തിന് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എന്റെ ജീവിതത്തിലോട്ട് പോയി. ഒരു പരുവം വരെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 18, 19, 20 ആ വയസ്സ് മുതലൊക്കെയാണ് പിന്നെയും സ്ട്രിക്റ്റ് ആയിട്ട് അകത്തുനിന്ന് ഈ സംസാരം പിന്നെയും തുടങ്ങുന്നത്. അപ്പം പിന്നെയും തടസ്സങ്ങളും കാര്യങ്ങളും ഈ പറഞ്ഞ കേൾക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ എന്റെ മനസ്സിലൂടെ തന്നെയാണ്, എന്റെ ഉള്ളിലൂടെ തന്നെയാണ്. ആദ്യം കുട്ടിക്കരയിൽ 3 വയസ്സ് 4 വയസ്സ് സമയത്തൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ജനലിൽ കൂടെ അവിടെയൊക്കെ നോക്കും, എന്നെ ആരാണ് വിളിച്ചത്, എന്റെ സംസാരിച്ചതാര്. അപ്പൊ ആരെയും കാണാനില്ല, ഭയങ്കര നിശബ്ദത. ഇപ്പൊ ഉദാഹരണത്തിന് രാത്രിയൊക്കെ ഇരുന്ന് എല്ലാവരും ഇവിടെ നിന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങി ഇടയ്ക്ക് വെച്ച് ഉണർന്ന് ബാത്റൂമിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണർന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നല്ല രീതിയിൽ ഈ സംസാരം എന്റെ മനസ്സിൽ വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് സ്വപ്നം പോലെ പല കാഴ്ചകളും ആ കണ്ടതിലൂടെ ചില പഠിപ്പീരും പഠനങ്ങളും എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തിരക്കും ഇതൊക്കെ ഈ കുട്ടിക്കാലം മുതലേ എനിക്കുണ്ട്. അപ്പൊ ഇതെല്ലാം എന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം പുറമേ നിന്ന് ആരോ എന്നെ സംസാരിക്കുന്നു, എന്നെ പേരെടുത്ത് വിളിക്കുന്നു എന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ മനസ്സിലൂടെ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നതും ഈ സംസാരിക്കുന്നത്, എന്നെ എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ കേട്ടുകൊണ്ടിരിക്കും. പറഞ്ഞാലെല്ലാം അങ്ങനെ പറയും, എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ അതങ്ങ് തീരും. ഇതെന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല തറവാണ്. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞാനിത് പറയുമ്പോൾ അപൂർവം 1-2 ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു തരുന്നു, ഇത് നമ്മളാരും കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയും, എനിക്ക് ദൈവം പറഞ്ഞു തരുന്നു, അതിനപ്പുറം അറിഞ്ഞൂടാ. കാരണം ദൈവം പറയുന്നു എന്ന രീതിയിലാണ് ഉള്ളിൽ സംസാരം വരുന്നത്. ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്, ദൈവം പറയുന്നു എന്ന് പറഞ്ഞാണ് ഈ സംസാരം വരുന്നത്. എല്ലാം എന്റെ മനസ്സിലൂടെ തന്നെയാണ്. ചില സമയത്ത് ഞാൻ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു, ചില സമയത്ത് കുറച്ചും കൂടെ പക്വത വന്ന ഗാംഭീര്യമുള്ള സൗണ്ടിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നും. ഇങ്ങനെ പല രീതിയിലും അകത്തും സംസാരമുണ്ട്. ഒരിക്കലും സ്ത്രീ സംസാരത്തിലൂടെ എനിക്ക് ഇൻഫർമേഷനോ പഠിപ്പീരോ വന്നിട്ടില്ല. എല്ലാം പുരുഷ സംസാരത്തിലൂടെയാണ് ആ സംസാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയത്തൊക്കെ ഞാൻ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. പിന്നീട് നീ എന്നെ അന്വേഷിക്കണം, നീ ദൈവത്തെ അന്വേഷിക്കണം, ഇങ്ങനെ പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്നോട് സംസാരിക്കുന്ന ദൈവം ആര് എന്ന് അന്വേഷിച്ച് ഞാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഒരു 21, 22 വയസ്സ് അതിന് മുതലാണ് ഞാൻ ശരിക്കും ഈ അമ്പലം ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ പോയി തുടങ്ങുന്നത്. അപ്പോ അവിടെയൊക്കെ ചെല്ലുമ്പോഴെല്ലാം ഞാൻ ചോദിക്കും, എന്നോട് സംസാരിച്ച ആ ദൈവം ഈ ദൈവമാണോ? അപ്പം അല്ല, നീ ഇനിയും എന്നെ അന്വേഷിക്കണം. എന്നോട് സംസാരിക്കുന്നത് ഈ ദൈവമാണോ? അടുത്ത സ്ഥലം. അങ്ങനെ അവിടെ പോകും, ഇതും അല്ല. ആദ്യം അവിടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായ എനർജിയും സന്തോഷവും നല്ല ഫീലും. അപ്പൊ ഈ സംസാരത്തിന്റെ ഈ സ്പീഡ്, ആ ഒരു ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചില ദർശനങ്ങൾ പോലെയൊക്കെ അതിന്റെയൊക്കെ ക്ലാരിറ്റി, അതെല്ലാം ഓർമ്മയിൽ നിൽക്കുന്നത്, ഇതെല്ലാം ഓരോ അമ്പലങ്ങളിലും ഇങ്ങനെയുള്ള ആത്മീയ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോഴെല്ലാം എനിക്ക് കൂടിക്കൂടി വരെയും. അപ്പൊ കൂടിക്കൂടി വരുംതോറും ഞാൻ പിന്നെയും പോകും. അപ്പൊ എന്റെ വീട്ടുകാരെയും എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ നിർബന്ധിക്കാൻ തുടങ്ങി, ഈ അമ്പലത്തിലൊക്കെ പോകണം, ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ട്, നമുക്ക് അനുഭവിച്ചറിയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെയൊക്കെ പ്രേരിപ്പിക്കും. നിരീശ്വരവാദിയായിട്ട് നടന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി നടന്ന എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെയൊക്കെ പോലും ഞാൻ ഈ കാര്യങ്ങൾ എന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഭക്തിമാർഗത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ 22, 23 ആ പ്രായം മുതലാക്കെയാണ് ശരിക്കും നല്ല രീതിയിൽ ഈ അമ്പലങ്ങളിൽ അവിടെയൊക്കെ പോകാൻ തുടങ്ങണം. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇന്ന അമ്പലത്തിൽ പോണതായിട്ടും ഇന്ന ദേവീക്ഷേത്രത്തിൽ പോണതായിട്ടും അവിടെ ചില അത്ഭുതങ്ങൾ നടക്കണതായിട്ടും അവിടെ ആ അമ്പലത്തിന്റെ പഴയ കാലങ്ങൾ, അതിനു മുമ്പ് അവിടെ നടന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചിടാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഈ അമ്പലം അവിടെ ഉണ്ടായത്, ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ, പഴയ കാലത്ത് ഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ, ഇതൊക്കെ എനിക്ക് കാണിച്ചിടാൻ തുടങ്ങി. അപ്പൊ കാണുമ്പോൾ ഞാൻ ആർത്തി പിടിച്ച് ആ സ്ഥലത്തൊക്കെ പോകും. അങ്ങനെ അവിടെയൊക്കെ പോകുമ്പോഴെല്ലാം എനിക്കതനുസരിച്ച് നല്ല പവർ അനുഭവപ്പെടാൻ തുടങ്ങി, നല്ല ഫീലും ഈ സംസാരം, ദർശനങ്ങൾ, അതിന്റെ കാഴ്ചകൾ കൂടാൻ തുടങ്ങി. ഇങ്ങനെ എന്റെ അനുഭവത്തിലൂടെ എനിക്ക് എന്നെ ഇങ്ങനെ ഈ ശക്തി, ഈ ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടേ പോയി. അങ്ങനെ പോയി ഒരു
വയസ്സ് വരെ പല മേഖലകളിൽ, അത് ഒരു 30 വയസ്സ് വരെ ശരിക്കും പറഞ്ഞാൽ ഈ അമ്പല മേഖലകൾ, തമിഴ്നാട് അങ്ങനെയൊക്കെ കറങ്ങി നടന്ന് പല സ്ഥലങ്ങളിലും പോയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്നത്. അപ്പം ഒരിക്കലും ക്രിസ്ത്യൻ മേഖലയിലോട്ടോ അങ്ങോട്ടോ ഞാൻ പോയിട്ടില്ല. പിന്നെ എനിക്ക് ചില ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് ഈ ആത്മീയ സംസാരങ്ങളോ വളർച്ചയോ ഒന്നും അങ്ങോട്ട് കൂടുന്നതുമില്ല. അത് തടസ്സപ്പെടുന്നുണ്ട്. ഇതിനോടകം ചില നെഗറ്റീവ് ശക്തികൾ എന്നെ ശല്യം ചെയ്യാൻ വരാൻ തുടങ്ങി. എനിക്ക് എന്നെ ഉറക്കത്തിൽ ശല്യം ഇങ്ങനെ പല രീതിയിലും പ്രശ്നങ്ങൾ കൂടിയപ്പോഴാണ് എന്നോട് ദൈവം പറഞ്ഞത്, ഈ സംസാരം എന്നോട് പറഞ്ഞത്, നീ യേശുവിനെ അറിയണം. അതിനുശേഷമാണ് ഞാൻ ഈ യേശുവിനെ അറിയാനായിട്ട് ഇങ്ങനെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഡോക്ടറുണ്ട്, പുള്ളിയുടെ അടുത്ത് യേശുവായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വീട്ടിലും എനിക്കൊക്കെ അനുഭവപ്പെടുന്നു. ഇത് എന്റേതായ മാർഗത്തിൽ പോയിട്ട് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. അപ്പൊ എന്നോട് ദൈവം പറയുന്നു നീ യേശുവിനെ അറിയണമെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല ബൈബിളിൽ കാണുന്നത്. ഞാൻ കാണുന്നതല്ല ഈ മതത്തിന്റെ കാര്യങ്ങളാണ്. ഈ മതത്തിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞാൻ സംസാരിച്ച പോലെയും എനിക്ക് പറഞ്ഞിരുന്നത് പോലെയും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്ന ചില വ്യക്തികളൊക്കെ ബൈബിളിലുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടാണ് അവിടെ നിന്ന് ആ മേഖലയിൽ അങ്ങനെ പൊക്കോട്ടിരുന്നപ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞത്, നീ അത് മതിയാക്കിയിട്ട് എന്നെ ഇനിയും നീ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെയും ഞാൻ അവിടെ നിന്ന് അടുത്തത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു മേഖലയിലോട്ട് പോയി തുടങ്ങിയപ്പോഴാണ് ശരിക്കും യേശു എന്റെ അടുത്ത് വരികയും യേശു കുറെ കാര്യങ്ങൾ എന്റെ കഴിഞ്ഞ ജന്മത്തിലതും എന്റെ മുന്നത്തെ ജന്മത്തിലതും പിന്നെ ഞാൻ ഭാവിയിൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറയുകയും യേശു തന്നെ ക്രിസ്ത്യാനികൾക്ക് വേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ വിചാരിച്ചു എന്റെ മേഖല ക്രിസ്ത്യ മേഖലയാണ് എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ശരിക്കും എന്നോട് എന്റെ സംസാരം പിന്നെയും വന്നിട്ട് നീ എന്നെ അന്വേഷിക്കണം, എന്നെ ഇനി അന്വേഷിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ അവിടെയും മതിയാക്കി അടുത്ത അന്വേഷണത്തിന് പോവാം. ഇനി ഞാൻ എങ്ങോട്ട് അന്വേഷിക്കണം? അപ്പോഴാണ് ഞാൻ മുസ്ലിം പള്ളിയിൽ ചില ഇമാംമാരും ഉസ്താദ് അങ്ങനെ അവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു, ആ പള്ളിക്കകത്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ മുസ്ലിം അന്വേഷിച്ച് അത് എങ്ങനെ. അപ്പൊ അതൊക്കെ നിമിത്തങ്ങളിലൂടെ ഒരുപാട് കഥകളുണ്ട്. നിമിത്തങ്ങളിലൂടെ ഒരു ഇമാമുമായിട്ട് പരിചയപ്പെട്ടു, പിന്നെ ചില ഉസ്താദുമാരുമായിട്ട് പരിചയപ്പെട്ടു, അവരിലൂടെ മുഹമ്മദ് നബിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പോൾ എന്റെ ഈ സംശയങ്ങളെല്ലാം എന്റെ ഉള്ളിലൂടെ തന്നെയാണ് ആരോ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞു തരും, രാവിലെയൊക്കെ ഉറക്കൊഴിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ഞാൻ ഈ യേശു എന്റെ അടുത്ത് സംസാരിച്ച് ആ ക്രിസ്ത്യ മേഖലയിലേക്ക് പോയി. ഞാൻ കഴിഞ്ഞ മെസ്സേജിലൊക്കെ പറഞ്ഞതുപോലെ മുൻജന്മത്തിലും അതിന്റെ ജന്മത്തിലും മാതാപിതാക്കൾ വഴി ഇങ്ങനെയൊക്കെ ഉള്ള കർമ്മഫലങ്ങൾ ഒന്നും എനിക്കിനി അനുഭവിക്കണ്ട, എനിക്ക് അതിൽ നിന്നൊക്കെ ഇളവ് തരണം, ഈ യേശുവിന്റെ കുരുതിയിൽ എന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പ്രാർത്ഥനകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ ഒരുപാട് നെഗറ്റീവ് പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ മാറാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ഞാൻ ദൈവത്തെ അന്വേഷിച്ച് മുസ്ലിം മേഖലകളിലും അവിടെയൊക്കെ പോയി തുടങ്ങി. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോഴും ഈ കഴിഞ്ഞ മേഖലയൊന്നും വിട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളിൽ പോവും, പെന്തക്കോസ് ആ മേഖലയിലൊക്കെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് പോകും. അങ്ങനെ അപ്പൊ മൊബൈൽ യൂട്യൂബൊക്കെ ഉണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ ഞാൻ ഇതെല്ലാം മേഖല കേൾക്കും, മുസ്ലിം ആൾക്കാരുടെ സംസാരങ്ങൾ കേൾക്കും. MM അക്ബർ എന്ന് പറയുന്ന ആ മുസ്ലിം ആള് എന്നെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നതെല്ലാം ഈ മുസ്ലിം മേഖല, ഇസ്ലാം മേഖലയിൽ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി ഇതൊക്കെ പറയുമ്പോൾ ഞാനിതും ചാടിക്കറി വിശ്വസിക്കൂല. അപ്പൊ ആര് പ്രസംഗം പറഞ്ഞാലേ, ഇപ്പം ചിദാനന്ദ പുരിയുടെ പ്രസംഗങ്ങൾ, ക്രിസ്ത്യ മേഖലയിൽ തന്നെ MA വർഗീസ് എന്നൊക്കെ പറയുന്ന ആ പെന്തക്കോസ് മേഖലയിൽ നിൽക്കുന്ന ആ പാസ്റ്റർ, അപ്പൊ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ ഞാനിങ്ങനെ പ്രധാനമായും ഞാൻ ഇവരൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങൾ അതിലും വരും. അപ്പൊ ഇതെല്ലാം മതിയാക്കിയിട്ട് എന്റെ അടുത്ത് പണ്ടേ സംസാരിക്കുന്ന ആ ദൈവത്തോട് ഞാൻ ചോദിക്കും, ദൈവമേ ഇതിന് പിന്നിൽ എന്താണ്, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? അപ്പം മാറ്റി അതിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് ഇങ്ങോട്ട് എന്റെ ഉള്ളിലൂടെയാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞെന്ന് ഈ യൂട്യൂബിലും അതിലൂടെയും കേൾക്കുമ്പോൾ ഞാൻ എന്റെ ജോലിയുണ്ട്. അപ്പൊ ഞാൻ സ്വന്തമായി ബിസിനസ് ചെയ്യണം. അപ്പൊ ആ ജോലിയുടെ പുറമെ ചുമ്മാ ഇരിക്കുമ്പോഴെല്ലാം ഈ ജോലി ഒരു സൈഡ് ചെയ്യുമ്പോഴും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഇതിന്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ എന്റെ ഉള്ളിലൂടെ ഞാൻ തന്നെ എനിക്ക് കിട്ടുന്നത് ഞാൻ ക്ലിയർ ചെയ്തെടുക്കും. അങ്ങനെ ഒരു പരുവം കഴിഞ്ഞപ്പോ എനിക്ക് തന്നെയാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത്. ഇത് ആത്മാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത്. ശരിക്കും ദൈവം നേരിട്ട് ആരോടും സംസാരിക്കില്ല. ദൈവം നമ്മുടെ ആത്മാവിലൂടെയാണ്. എല്ലാ ജീവജാലങ്ങളോർക്കും ആ ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, മനുഷ്യരിനുമുണ്ട്. എല്ലാം ആത്മാവിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആത്മാവ് എത്രത്തോളം പവർഫുൾ ആണോ അത്രത്തോളം ഹൈ ഡയമെൻഷനിൽ നിന്നുള്ള ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ എനിക്ക് ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഇനി മറ്റേതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചില വ്യക്തികൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നാര് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബുക്കിലുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ചില കോപ്പിയൊക്കെ അയച്ചു തരുമ്പോൾ
അതിലെ പല കാര്യങ്ങളും കറക്റ്റാണ്. എനിക്ക് പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലും പറയുന്നത്. പക്ഷെ കുറച്ച് തെറ്റുകളുണ്ട്. അതിലൊരു പ്രധാന തെറ്റാണ് എനിക്ക് ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്, മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കരുത്. അവരെ നമ്മൾ വിളിച്ചു വരുത്താനേ പാടില്ല. പക്ഷെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ വിഷമങ്ങൾ പറയുമ്പോൾ, ദൈവം അതിന് യോഗ്യനായ ചില വിശുദ്ധ ആത്മാക്കളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. അത് ആ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരമുള്ള ഈ ജോലിക്കായി നിയോഗിച്ച ആത്മാക്കളിലൂടെ അത് ചെയ്തു തരും. പക്ഷെ നമ്മൾ ഇന്ന വ്യക്തിയെ കാണണം, ഇന്ന വ്യക്തിയോട് സംസാരിക്കണം എന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ ആ ഇന്ന വ്യക്തി നെഗറ്റീവ് ശക്തികളുടെ ട്രാപ്പിലായിരിക്കും, അവിടെ പിടിയിലായിരിക്കും. ആ വ്യക്തിയെ നമ്മൾ ആവാഹിച്ച് വിളിച്ചു വരുത്തിയാൽ ആ വ്യക്തിയുടെ കൂടെ നെഗറ്റീവ് ശക്തികളും കൂടെ വരികയും നമ്മളെ കൂടുതൽ കുരുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മളായിട്ട് ഇന്ന വ്യക്തിയെ, ആ വ്യക്തിയോട് സംസാരിക്കണം, മരിച്ചുപോയ ആത്മാവ് ഇന്ന ആത്മാവിനോട് എനിക്ക് സംസാരിക്കണമെന്ന് ഒരിക്കലും നമ്മൾ അങ്ങോട്ട് ശ്രമിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, വരേണ്ട വ്യക്തികളെ അയച്ച് ദൈവം നമ്മളോട് ഇടപെട്ടിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷെ എങ്കിലും യാതാണ്ട് കറക്റ്റ് ആയിട്ടുള്ള പല വ്യക്തികളും പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാന സാധനമായതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതല്ല, നമ്മുടെ ഉപബോധ മനസ്സിലൂടെ. ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മളെ ആത്മാവിന്റെ മനസ്സ്. ആ മനസ്സിലൂടെയാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. ഇപ്പൊ നമുക്ക് ഒട്ടും വളർച്ചയില്ല, നമ്മൾ ആത്മീയത്തിലൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളെങ്കിൽ നമ്മുടെ ആത്മാവിനും അത്രയേ ശക്തി കാണുള്ളൂ, അത്രയേ ബലം കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആത്മാവിന് നമ്മളെ തൊട്ടടുത്ത ഡയമെൻഷൻ, 4th ഡയമെൻഷൻ നിൽക്കുന്ന ചില അദൃശ്യ ശക്തികളായ മരിച്ചുപോയ ചില വിശുദ്ധ ആത്മാക്കളുണ്ട്, മനുഷ്യരുടെ ആത്മാക്കളൊക്കെ തന്നെ ചില അദൃശ്യ ശക്തികളുണ്ട് 4th ഡയമെൻഷനിലൊക്കെ ഉള്ള. അവരിലൂടെയായിരിക്കും ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയാലും ലിമിറ്റ് ആയിട്ടായിരിക്കും ഈ 4th ഡയമെൻഷനിലുള്ള ഈ ദൂതന്മാർക്ക് അല്ലെങ്കിൽ ആത്മാക്കൾക്ക് കിട്ടുന്നത്. ലിമിറ്റ് ചെയ്തേ കിട്ടുള്ളൂ. കാര്യം 4th കിട്ടുന്നത് അവർക്ക് അത്രേ അവർക്ക് കിട്ടുള്ളൂ, അതേ അവർ നമുക്ക് പകർന്നു തരുള്ളൂ. അപ്പൊ നമ്മൾ പിന്നെയും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും നിയമങ്ങളൊക്കെ പാലിച്ച് നമ്മൾ പിന്നെയും ജീവിക്കും തോറും നമ്മുടെ ആത്മാവ് കുറച്ചുകൂടെ പവർഫുള്ളായി വന്നാൽ നമുക്ക് 5th ഡയമെൻഷനിലെ ശക്തികളിൽ നിന്നും പിന്നെ ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങും. കാരണം നമ്മൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലായപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ലെത്തുമ്പോൾ 6 പഠിപ്പിക്കുന്ന സാറുമാർ വേറെ ആയിരിക്കും, 8ാം ക്ലാസ്സിലെത്തുമ്പോൾ വേറെ സാറുമാരായിരിക്കും. ഇതേപോലെ നമ്മൾ ആത്മീയമായി വളർന്ന അനുസരിച്ച് നമുക്ക് 5th ഡയമെൻഷനിൽ നിന്നും 6th ഡയമെൻഷനിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കിട്ടാൻ തുടങ്ങും. അപ്പൊ അവിടുത്തെ ദൂതന്മാരാണ് തരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ദേവന്മാരാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. പക്ഷെ എല്ലാം വരുന്നതും ഈ പ്രകൃതിയിലുള്ള ആ ദൈവത്തിന്റെ മനസ്സിൽ നിന്നാണ് ഇൻഫർമേഷൻ വരുന്നത്. നേരിട്ട് നമുക്ക് കിട്ടൂല, ഇടയ്ക്കൊരു മീഡിയം ഉണ്ടായിരിക്കും. ആ ശക്തിയിലൂടെ നമുക്ക് കിട്ടുള്ളൂ. അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആത്മാവിനെ കിട്ടുള്ളൂ, ആത്മാവിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് സമയം എടുക്കൂലേ എന്ന് ചോദിച്ചാൽ ഇതിന് സമയമേ എടുക്കൂല. കാരണം പ്രകൃതിയാകുന്ന ദൈവത്തിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടുന്ന അതേ ഒരു ടെലിപ്പതി പോലെയാണ്. അതേ സമയത്ത് തന്നെ ഈ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ദൂതൻ അല്ലെങ്കിൽ ഈ ആത്മാവിന് അതേ സമയത്ത് തന്നെ ആ ഇൻഫർമേഷൻ കിട്ടുകയും അതേ സമയത്ത് തന്നെ നമ്മളെ ആത്മാവിനും ആ ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ നമ്മളെ ആത്മാവിൽ നിന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. ആത്മാഭാഗത്തിരുന്നുകൊണ്ട് ഇങ്ങനെ പറയും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല, നമ്മൾ മൈൻഡും ചെയ്യില്ല. നമ്മളെ ഭൗതിക സുഖത്തിലും ഭൗതിക ബോധത്തിലും ചിന്ത എത്രയും ഇങ്ങോട്ട് വെച്ച് നമ്മൾ നടക്കുമ്പോൾ ആത്മാവിനെ ഇൻഫർമേഷൻ കിട്ടി, എപ്പോഴൊക്കെ കിട്ടി. പക്ഷെ ആത്മാവ് നമ്മുടെ അടുത്ത് പറയുന്നത് നമ്മളാണ് മൈൻഡ് ചെയ്യാത്തത്, നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ഇവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്. അപ്പൊ ഇൻഫർമേഷൻ സമയം നമ്മൾ ആത്മാവിന് കിട്ടും. അത്ര വളർച്ചയുള്ള ആത്മാവിന് ആ ഡയമെൻഷനിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വളർന്ന് നല്ല ഹൈ ലെവലില് ഒരു 7th ഡയമെൻഷൻ വരെ വളർച്ചയും പഠിച്ചും ജ്ഞാനവും ഒക്കെ ലഭിച്ച ഒരു വ്യക്തിക്ക് അതിനപ്പുറത്തെ ലെവലിൽ നിന്നുള്ള വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ കിട്ടുന്നത് വലിയ ലെവലിൽ നിന്ന് കിട്ടുന്നതിന്റെ കാരണം ഞാൻ ഈ ജന്മത്തിൽ പഠിച്ച സാധനങ്ങളല്ല, പല ജന്മങ്ങൾ കൊണ്ട് പഠിച്ച് ആ കാര്യങ്ങളുടെ അപ്പുറത്തെ ചില കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വലിയ ഡയമെൻഷനിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത്. ബാക്കി സമയത്തെല്ലാം എനിക്ക് അറിയാവുന്ന ഞാൻ പണ്ട് പല ജന്മത്തിലൂടെയും പഠിച്ച പല കാര്യങ്ങളും ഈ ആത്മാവ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെയാണ് ഞാൻ പലതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം ദൈവം പഠിപ്പിച്ചത് തന്നെയാണ്. പക്ഷെ മറ്റതൊരു ശക്തികളിലൂടെ തന്നെയേ ഉള്ളൂ. ഇപ്പോഴും ഏറ്റവും ഹൈ ഡയമെൻഷനിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വലിയ ലെവലിൽ നിന്ന് അറിവുകൾ കിട്ടിയാലും 7th ഡയമെൻഷനിലൊക്കെ നിൽക്കുന്ന ഹൈ ലെവലിൽ നിൽക്കുന്ന ശക്തികളിൽ നിന്ന് ദേവന്മാരിൽ നിന്നൊക്കെയാണ് എനിക്ക് ഇൻഫർമേഷൻ ചില സമയത്ത് കിട്ടാറുള്ളത്. എന്നാൽ 4th ഡയമെൻഷനിൽ നിന്ന് 5th ഡയമെൻഷനിൽ നിന്നൊക്കെ ചില ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല. അവിടെ നിന്നൊക്കെ ചില നെഗറ്റീവ്സിന്റെ ശല്യങ്ങളും അവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ വലിയ ലെവലിൽ വരെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി വരുന്നതിന്റെ കാരണം ഞാൻ പണ്ട് പല ജന്മത്തിലൂടെയും ആർജിച്ചെടുത്ത് പഠിച്ചതിന്റെ ബാക്കിയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ചില വ്യക്തികളെ ഞാനൊക്കെ പറയുമ്പോൾ
അവര് പറയും അത് പണ്ട് ഇന്ന യോഗീശ്വരൻ വന്ന് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ പുള്ളി വറ്റേ പുള്ളി വന്നിട്ടുണ്ട്, പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഗുരു അല്ലെ ഈ ഒരു വ്യക്തി ഈ യോഗീശ്വരനായിട്ടുള്ള ആ വ്യക്തി ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് അവർക്കൊന്നും കിട്ടാത്ത അല്ലെ അവരൊന്നും പറയാത്ത കാര്യങ്ങൾ എങ്ങനെ താങ്കൾ പറയും എന്നൊക്കെ പറഞ്ഞ് ചിലർ തന്നെ ഇടയ്ക്ക് കമന്റൊക്കെ ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പണ്ട് മുതലേ ഉള്ള പല ഗുരുക്കന്മാരും യോഗീശ്വരന്മാരും ഒക്കെ ഈ കാലഘട്ടത്ത് ആത്മീയത്തിന്റെ ആ ജ്ഞാനത്തിന്റെ ഹൈ ലെവൽ പ്രാപിക്കാനായിട്ട് ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവരെല്ലാരും പലരും ഇപ്പൊ നേരത്തെ ലെവലിൽ എത്തിയ വ്യക്തികൾ ആ ദൈവത്തിലോട്ട് പോയിട്ടുണ്ട്, അവരല്ല പല വ്യക്തികളും ഭൂമിയിൽ അതിനപ്പുറം പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കഴിഞ്ഞ മുൻ ജന്മങ്ങളിൽ അവർ പഠിച്ച കാര്യങ്ങൾ അന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ബുക്കുകളാക്കിയും ഗ്രന്ഥങ്ങളാക്കിയൊക്കെ ഇപ്പോഴുമുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ അന്നുണ്ടായിരുന്ന ആ ഗുരു അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആ യോഗീശ്വരൻ പഠിപ്പിച്ച കാര്യങ്ങളെന്നും പറഞ്ഞ് ഇപ്പോ നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും അന്നവർ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അന്നും അവർക്ക് ജ്ഞാനം പൂർണ്ണത വന്നിട്ടില്ല. അതുകൊണ്ട് അവർ പിന്നെയും ജന്മങ്ങളെടുത്ത് വന്നിട്ടുണ്ട്. അവർ പലരും ഇപ്പോഴും ഭൂമിയിലുണ്ട്. ഭാഗ്യവശാല് ഞാനും പണ്ട് പല ജന്മങ്ങൾക്ക് മുമ്പും വന്ന് ഭൂമിയിൽ പലരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് ഗ്രന്ഥങ്ങളിലും ഒരു ആചാര്യൻ അല്ലെ യോഗീശ്വരൻ എന്ന നിലയിലൊക്കെ നിങ്ങൾക്ക് അറിയാം. പല വ്യക്തികളോടൊപ്പം തന്നെ ഞാനും ഉണ്ടായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്ത് ഞാൻ പിന്നെയും വന്ന് അന്ന് ഞാൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചതും അന്ന് ഞാൻ ദൈവം എന്നെ പഠിപ്പിച്ചതിനും അപ്പുറത്തോട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്റെ കഴിഞ്ഞ ജന്മങ്ങൾ പല ജന്മങ്ങളൊക്കെ ദൈവം എനിക്ക് കാണിച്ചിട്ടുണ്ട്, എനിക്കതറിയാം. ഇപ്പൊ ഞാൻ രഹസ്യമായി വെക്കുന്നതേ ഉള്ളൂ. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഈ ജോലി ചെയ്യുന്നത് അന്ന് ചെയ്തതുപോലെ തന്നെ ഇന്നും ചെയ്യുന്നതേ ഉള്ളൂ. എന്നെ തന്നെയാണ് പല വ്യക്തികളും പണ്ട് ഇന്നാര് വന്ന് ഇന്നത് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ഇപ്പോ വലിയ ഭക്തി മാർഗത്തിലും ശിഷ്യ ലെവലിലൊക്കെ നിൽക്കുന്ന പല വ്യക്തികളും മനസ്സിലാക്കേണ്ടത് ആ വ്യക്തികളിൽ പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് രണ്ടാമത് ഞാനും വന്നിരിക്കുന്നത്. എന്റെ ഈ കാര്യങ്ങൾ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതുപോലെ അന്ന് ആത്മീയ ലെവലിൽ ഹൈ ലെവലിൽ നിന്ന ചില ഗുരുക്കന്മാരൊക്കെ എന്റെ ഈ മെസ്സേജും കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഉത്സാഹിച്ചാൽ കഴിഞ്ഞ ജന്മത്തിലും അതിന്റെ മുന്നേ ജന്മത്തിലും നിങ്ങൾ എന്തായിരുന്നെന്നും എങ്ങനെയായിരുന്നെന്നൊക്കെ നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റും. ദൈവം അത് കാണിച്ചു തരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്റെ മുന്നത്തെ ജന്മത്തിലും അതിന്റെ മുന്നേ ജന്മത്തിലുമൊക്കെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ ഒരു സാധാരണ മനുഷ്യനായി സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പഠിപ്പിച്ചൊരു വ്യക്തിയാണ്. ഒരിക്കലും വലിയ ലെവലിൽ ഇപ്പൊ കാണുന്ന ഈ ആത്മീയ ആൾക്കാര് സിംഹാസനത്തിലും സ്വർണ്ണ കട്ടിലും ഒക്കെ കിടന്ന് പഠിപ്പിച്ച് വലിയ ലെവലിലൊക്കെ പൂജയും മന്ത്രമായിട്ട് ഇരിക്കുന്നത് പോലെയൊന്നും ഇരുന്ന ഒരു വ്യക്തിയല്ല ഞാനും. എന്റെ കൂടെയൊക്കെ അതേ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന പല ആത്മീയരും അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഒരുപാട് വ്യാജ ഈ കാലത്തുണ്ട്. ഇവരൊക്കെ ഈ കാലത്ത് പൊങ്ങി വന്ന ചില അസുരന്മാരുടെ സ്വാധീനത്തിൽ നിൽക്കുന്ന ചില ആത്മീയരാണ്. ഒരിക്കലും ദൈവത്തിന്റെ ആത്മീയരായിട്ട് അന്നായാലും ഇന്നായാലും ഭൂമിയിൽ പഠിപ്പിക്കാൻ വരുന്നവരാരും ഇങ്ങനെ രാജകീയ അല്ലെങ്കിൽ ഇങ്ങനെ ആർഭാടത്തിൽ മുഴുകി ജനങ്ങളുടെ മുന്നിൽ മനുഷ്യദൈവം കളിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കില്ല. പണ്ടേ ഞാനങ്ങനെയല്ലായിരുന്നു, ഇന്നും ഞാനങ്ങനെയല്ല. ഒരിക്കലും എനിക്കങ്ങനെ ആവാനും പറ്റൂല. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആത്മീയ വളർച്ച നേടണം, ദർശനങ്ങൾ കാണണം, ദൈവമായിട്ട് കണക്ഷൻ വരണം എന്നൊക്കെ ഞാൻ പഠിപ്പിച്ച് തരുന്നതേ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും നിങ്ങൾ ആര് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന എല്ലാവരും ഒന്നുമല്ല. ഇതിൽ പലരും, എനിക്ക് ദൈവം പറഞ്ഞിട്ടുണ്ട്, പലരും ആത്മീയത്തിൽ ഹൈ ലെവലിൽ നിന്നിരുന്ന ചില ഗുരുക്കന്മാരൊക്കെ എന്റെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അന്നത്തെ ഗുരുക്കന്മാരാണ്. പക്ഷെ ഈ ജന്മത്തിൽ വന്ന് കുറച്ച് ബ്ലോക്കായി പോയി. ഞാനും എന്റെ ചെറുപ്രായത്തിൽ കുറച്ചുനാൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം തന്നെ എന്റെ ആത്മാവിലൂടെ എന്നെ രക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ്. പലരും ഈ കാലത്ത് ബ്ലോക്കാണ്. നിങ്ങൾ ഒന്ന് ഉത്സാഹിച്ചാൽ, ഞാൻ ഈ പറയുന്നത് പോലെ ആത്മീയ വളർച്ചകൾ നേടി വന്നാൽ നിങ്ങൾ ആരാണെന്നും ഈ ഞാൻ ആരാണെന്നും ഒക്കെ ദൈവം തന്നെ നിങ്ങൾക്ക് ചിലപ്പം പറഞ്ഞു തന്നിരിക്കും. അങ്ങനെ നിങ്ങൾ തന്നെ ഈ സത്യങ്ങളെല്ലാം നേരിട്ട് ദൈവത്തിൽ നിന്നും തിരിച്ചറിയണം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.